ഹലോ ഗൈസ്, മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കോട്ടയ്ക്കിലുള്ള നെസ്റ്റോയിൽ പോവാണ് കേട്ടോ. ഞാനും അനിയത്തിയും ചേച്ചിയുടെ മോളും കൂടിയാണ് പോകുന്നത്. അങ്ങനെ കോട്ടയ്ക്കിലെത്തി. കോട്ടയ്ക്കിൽ നിന്ന് ചെങ്കോട്ടയിലേക്ക് ബസ് മാറി കയറി. ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലെത്തിയ പുറത്തെങ്ങോട്ടെങ്കിലും പോകുന്നത് പതിവായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അത് ചെറുതായിട്ട് എന്തെങ്കിലും ഫുഡ് കഴിക്കാനോ ഇനിയൊന്നും കഴിച്ചില്ലെങ്കിലും പുറത്തേക്കൊന്ന് കറങ്ങാൻ പോകുന്നത് വേറൊരു രസമാണ്. അങ്ങനെ നെസ്റ്റോയിലെത്തി. അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കുറേ ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ഓഫർ പ്രൈസസൊക്കെ അവിടെ കണ്ടിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഇങ്ങനെ ക്യൂട്ടായിട്ടുള്ള ഓരോ ബോട്ടിൽസ്, ബാഗുകൾ, പിന്നെ സ്കൂളിലേക്ക് വേണ്ട ആക്സസറീസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നോക്കി കേട്ടോ. ഈ ബാഗുകൾ കാണാൻ നല്ല ഭംഗിയായിരുന്നു. നമ്മുടെ പൗച്ച് ഉണ്ടല്ലോ, അതുപോലെ ഒരുപാട് കുട്ടികൾക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരുപാട് ബോട്ടിൽസ്, വാട്ടർ ബോട്ടിൽസ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ നോക്കി. പിന്നെ ഞങ്ങൾ വാച്ചിൻ്റെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു അവിടെ. ഓഫർ പ്രൈസിൽ നല്ല ഭംഗിയുള്ള ഒരുപാട് ഡിസൈൻസിൽ പല ടൈപ്പ് വാച്ചുകൾ ഉണ്ടായിരുന്നു. ഈ പൗച്ചുകൾ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സായിട്ട് പല കളറിൽ അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് കേട്ടോ ഇതോടെ വെച്ചിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. പല ഡിഫറെൻറ്റ് കളേഴ്സിൽ അവൈലബിൾ ആയിരുന്നു. പിന്നെ നമ്മൾ ഈ എസ്കലേറ്ററിൽ കയറി മുകളിലേക്ക് പോയിട്ടോ. അങ്ങനെ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും വാങ്ങിക്കാനുണ്ടായിരുന്നില്ല കേട്ടോ. അനിയത്തി കുറേ ദിവസമായിട്ട് ഡ്രീം കേക്ക് വേണമെന്നുള്ള കാര്യം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അവൾ കേക്കിന് ഭയങ്കര അഡിക്റ്റാണ്. ഇടയ്ക്ക് ചെറിയ ചെറിയ കേക്കിൻ്റെ സ്ലൈസ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമല്ലോ. അപ്പോൾ അതിടയ്ക്ക് പുറത്തുനിന്ന് അച്ഛൻ വാങ്ങിച്ച് കൊണ്ട് കൊടുക്കാറുണ്ട് കേട്ടോ. കേക്കിൻ്റെ ചെറിയ ചെറിയ സ്ലൈസുകൾ കിട്ടുമല്ലോ, അങ്ങനെ അത്. പിന്നെ അവിടെ എത്തി ഇങ്ങനെ എന്തൊക്കെയോ വേണമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ പൈസ ഇല്ലാത്തതിനെ കൊണ്ട് വേണ്ടാന്ന് പറഞ്ഞാൽ അവിടെ തന്നെ വെപ്പിച്ചു കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു പിടിച്ചു നിൽക്കുന്നത് ഞാൻ ജോബായിട്ട് നമുക്കെല്ലാം സെറ്റാക്കാമെന്നുള്ള ഒരു വീരവാദത്തിലാണ് കേട്ടോ. പിന്നെ നമ്മൾ ചോക്ലേറ്റ്സിൻ്റെ സെക്ഷനിലേക്കൊക്കെ പോയി. ഈ മഞ്ചിൻ്റെ ഇങ്ങനെ ബിസ്ക്കറ്റ് മോഡലുള്ള സംഭവങ്ങൾ കുറേ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് എടുത്ത് നോക്കി. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഭംഗി മാത്രമല്ല കേട്ടോ, അത്യാവശ്യം നല്ല പ്രൈസ് ഉണ്ട്. പിന്നെ അതിലൂടെ ഉണ്ണിമോളം പിടിച്ച് അതിലൂടെ കുറേ നടന്നു. പിന്നെ 299 റുപ്പീസിന് അവിടെ ഉണ്ടായിരുന്നു. അത്യാവശ്യം കളക്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ അത് കുറച്ച് സമയം നോക്കിയിട്ടോ. ഈ വീഡിയോ എടുക്കുന്നത് കാണുമ്പോൾ ചുറ്റുമുള്ള ആൾക്കാർ ഇങ്ങനെ നോക്കുമല്ലോ അല്ലേ, സ്വാഭാവികമാണ്. പിന്നെ നമ്മൾ മുകളിലേക്ക് പോയി. അവിടെ മറ്റേ ഫാൻസി കളക്ഷൻസ്, അതുപോലെ കുറേ ഗ്ലാസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. അവരതൊക്കെ വെച്ച് നോക്കി. കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. അന്ന് കോഴിക്കോട് ലുലു മാളിൽ പോയ സമയത്ത് എനിക്ക് തോന്നുന്നു ഭയങ്കര പ്രൈസും കാര്യങ്ങളാണ് ഒരുവിധം സാധനങ്ങൾക്കൊക്കെ. പക്ഷേ നെസ്റ്റോയിൽ വരുന്ന സമയത്ത് നമ്മൾ സാധാരണക്കാരെയും കൂടി കൺസിഡർ ചെയ്യുന്ന തരത്തിലുള്ള എന്തൊക്കെയോ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഫുഡ് കഴിക്കാൻ കയറി. ഒരു നോർമൽ ബണ്ണും പിന്നെ ഒരു ഡ്രാഗൺ ചിക്കൻ, അത് നമുക്ക് കുറഞ്ഞ് ഒന്ന് അഫോർഡബിൾ ആണെന്ന് തോന്നിയതിനെ കൊണ്ടാണ് കേട്ടോ അത് വാങ്ങിച്ചത്. ആ ബണ്ണിന് ആകെ 15 രൂപയെങ്ങാൻ ഉണ്ടായിരുന്നുള്ളൂ. ആകെയെന്നല്ല, എന്നാലും അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു സംഭവം. പിന്നെ നമ്മൾ ഈ ഡേറ്റ്സിൻ്റെ നട്ട്സിൻ്റെ ഒക്കെ ഏരിയയിലൊക്കെ പോയി. പിന്നെ കുറച്ച് ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കി. കിക്കാറ്റിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ കിക്കാറ്റിൻ്റെ പല ടൈപ്പ് ഒരുപാട് കാറ്റഗറിയിലുള്ള സംഭവങ്ങൾ ഇറങ്ങുന്നുണ്ടെന്ന് തോന്നുന്നു. ഈ ചോക്ലേറ്റ്സിൻ്റെയും സീഡ്സിൻ്റെ ഒക്കെ ഒരു ഏരിയയിലേക്ക് ചെല്ലുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണ് കേട്ടോ. അതെന്താണെന്ന് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.